പത്തനംതിട്ട തിരുവല്ല പൊടിയാടിയിലെ ഓട്ടോ ഡ്രൈവറുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. ശശികുമാറിന്റെ കഴുത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ. കൊലപാതകമെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ ജീവനെടുത്തത് ആരെന്ന സംശയമാണ് ഉയർന്നത്. ബന്ധുക്കളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. 47-കാരൻ ശശികുമാറിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം 13-ാം തീയതിയാണ്. തിരുവല്ല പൊടിയാടി ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർ 47-കാരൻ ശശികുമാറിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് നവംബർ മാസം 13-ന് ഉച്ചയ്ക്ക് 12:30-ഓടെ. അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ മുറിയുടെ തറയിൽ രക്തക്കറ തുടച്ചു നീക്കിയിരുന്നതായി അന്നേ സംശയം തോന്നിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. തൈറോയ്ഡ് ഗ്രന്ഥിക്കേറ്റ മുറിവാണ് മരണകാരണം. ഇത് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നത് കൂടിയാണ്. തറയിലെ രക്തക്കറ കഴുകിക്കളഞ്ഞു എന്നത് തെളിവ് നശിപ്പിക്കലിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുമുണ്ട്. കൊലപാതകം ഉറപ്പിച്ചതോടെ കൂടുതൽ വകുപ്പുകൾ കേസിൽ ചേർത്തു. അവിവാഹിതനായ ശശികുമാർ ജ്യേഷ്ഠ സഹോദരന്റെ കുടുംബത്തിനോടൊപ്പമാണ് താമസിച്ചു വന്നത്. കുടുംബകലഹത്തെ തുടർന്നുള്ള കൊലപാതകമെന്ന സാധ്യതയിലൂന്നിയാണ് കേസ് അന്വേഷണം. അടുത്ത ബന്ധുക്കളിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കുടുംബാംഗങ്ങളായ മുഴുവൻ പേരുടെയും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനകളുണ്ടെന്നും അറസ്റ്റ് വൈകില്ലെന്നുമാണ് തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ വിശദീകരിക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.